ശരണ്യ, ഇന്ന് രാവിലെ തിരക്കിലാണല്ലോ ശരണ്യ. ഇന്ന് നമുക്ക് പണിക്കാരുണ്ടല്ലേ? പണിക്കാർക്ക് ഇന്ന് നമ്മൾ ചായ കുടിക്കുള്ള ഇത് റെഡിയാ. കപ്പയും അപ്പമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു അല്ലേ? നമ്മുടെ അമ്മയും തിരക്കിലാണല്ലേ? തിരക്കിലാണ്. കണ്ട ഇറച്ചിക്കറി വെക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഇത് സവാള എല്ലാം അരിഞ്ഞോണ്ടിരിക്കണ്. പിന്നെ അത് ബീഫ് ഇരിക്കണ് അല്ലേ? തിരക്കില. ശരണ്യ, എവിടം വരെയായി? നമ്മുടെ അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയ പാത്രത്തിലാണ് അപ്പം. കണ്ട അതേ മാവൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ. കപ്പ വേവിച്ചു വെച്ചാ? ബീഫ് കറിയും ഒന്ന് കാണിച്ചേ. കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ടാണ് ബീഫ് കറി ചെയ്തിരിക്കുന്നത്. കണ്ടതേ, നല്ല സൂപ്പർ ബീഫ് കറിയാണ്. കണ്ട സൂപ്പർ. കണ്ട കൂട്ടുകാരെ, അപ്പമൊക്കെ അതേ കണ്ട നല്ല വാഴയിലയിൽ ഇങ്ങനെ ചുട്ട് നിരത്തി വെച്ചിരിക്കുന്ന, തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. ശരണ്യ, ആ നിരത്തി വെച്ചിരിക്കുന്ന അപ്പമൊക്കെ അടുക്കി പാത്രത്തിലോട്ട് ആക്കട്ടെ. നമുക്ക് ഞാൻ പറഞ്ഞു ശരണ്യയുടെ വാചകമാണ്. അപ്പോൾ അവർക്ക് ശരണ്യയുടെ ആ പാചകം ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ ശരണ്യ എന്ന് പറഞ്ഞെന്നല്ല കേട്ടോ, രണ്ടുപേരും കൂടിയാണ് കേട്ടോ ചെയ്തത്. നമ്മുടെ അമ്മയുടെ ഏറ്റവും കൂടുതൽ പ്രയത്നമുണ്ട് ഇതിൽ അല്ലേ? കറി ഞാൻ കാണിച്ചു. എന്നാലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഇതേ കണ്ട അതെ, അമ്മ ഉരുളിയോട് കൂടി എടുത്തോണ്ട് വന്ന്. കണ്ട അടിപൊളി ബീഫ് കറിയാണ്. അതുപോലെ നമ്മളെ കപ്പ എന്ന് കാണിച്ചു കൊടുത്തേ. കപ്പ ശരണ്യ തന്നെ ചെയ്തതാണ്. ശരണ്യ അപ്പം ചുടണ കണ്ട അല്ലേ? കൂട്ടുകാരെ, ഞങ്ങൾക്ക് പണ്ട് ഈ അപ്പത്തിന്റെ പരിപാടി ആയിരുന്നു അല്ലേ? കാരണം ഞങ്ങൾ കല്യാണത്തിനും വിരുന്ന് അങ്ങനെയുള്ള ഓർഡറിനൊക്കെ ഞങ്ങൾ ഇതേ കണ്ട ഇതേ കപ്പ നമ്മുടെ ശരണ്യയുടെ സ്പെഷ്യൽ കപ്പയാണ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ അഭിപ്രായം പറയാൻ കാത്തിരിക്കും. അതെ, ബീഫും. നിങ്ങളൊക്കെ പണിയിലല്ലേ? അപ്പൊ ഈ കപ്പയൊക്കെ മാറ്റാനായിട്ട് ഒരു പാത്രം വേണ്ടേ? അതുപോലെ ഇറച്ചിക്കറി അതേപടി എടുക്കാൻ പറ്റിയല്ലോ. രാവിലെ അമ്പലത്തിലൊക്കെ പോയി. അപ്പൊ ഇത് തേച്ചെടുക്കട്ടെ. അപ്പം കറി ചെയ്തത് അയ്യപ്പാണ. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡ് കൊള്ളാം. അതൊക്കെ ഞാൻ കാര്യം പറയട്ടെ. ഞങ്ങളൊരു വർക്കിന് ഷിജുവിന്റെ വീട്ടില് ശരണ്യയുടെ വീട്ടിൽ മറക്കുന്നതായിരുന്നു. അപ്പൊ ഞങ്ങൾ കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ശരണ്യ പറഞ്ഞു ശകലം ഫുഡ് ഉണ്ടാക്കിയതിലാണ്. പക്ഷെ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. കണ്ട അങ്ങനെ നമ്മള് ബീഫും ആഹാ. അപ്പൊ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. അങ്ങനെ നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞതില് അപ്പൊ ഭക്ഷണം കഴിച്ചു തുടങ്ങി. സൂപ്പർ ഭക്ഷണമാണ്. അടിപൊളിയായി. കൂട്ടുകാരെ, അങ്ങനെ എല്ലാവർക്കും ആ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു. അതിൽ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അല്ലേ? എൻ്റെ ശരണ്യയുടെ കൈപുണ്യം അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ പറഞ്ഞപ്പോൾ. കൂട്ടുകാരൻ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയോളം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദികൾ പറയുന്നു. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരെ ബൈ.